ഹലോ, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തമ്പലയും കണ്ടപ്പോൾ മനസ്സിലുണ്ടാവും ചേട്ടായി തിരിച്ച് വരികയാണ്. 1 മാസം ലീവുള്ളൂ. 1 മാസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ 2 ദിവസമായിട്ട് ഞങ്ങൾ താഴെ ഇരുന്നിട്ട് താമസിച്ചുകൊണ്ടിരുന്നേ. ചേട്ടായികളാണ് ഇങ്ങോട്ട് കയറുന്നത്. 2 ദിവസമായിട്ട് താഴത്തെ പണിയും കാര്യങ്ങളൊക്കെയാണ്. ഇന്നെല്ലാം ഏകദേശം എല്ലാം ഞാൻ പറയില്ല, ഏകദേശം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 12 മണിക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത് ചേട്ടനെ വിളിക്കാൻ പോകാൻ വേണ്ടി. ചേട്ടൻ ഇപ്പോൾ അവിടെ നിന്ന് എയർപോർട്ടിലെത്തി. ഉള്ളിലോട്ട് കയറിയില്ല, എയർപോർട്ടിലെത്തിയുള്ളൂ. അവിടെ ഒരു 11 മണിക്കാന്ന് തോന്നുന്നു ഉള്ളിലോട്ട് കയറണേ. നമ്മളൊരു 12 മണിക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വെളുപ്പിന് 4:20 ഫ്ലൈറ്റ് എത്തണേ. 4:20 എന്ന് പറയുമ്പോൾ പുറത്തോട്ടെല്ലാം കഴിഞ്ഞെത്തുമ്പോഴേക്കും 5 മണി ഒക്കെ ആവുമായിരിക്കും ഏകദേശം. ചിലപ്പോൾ ഫ്ലൈറ്റ് നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ 4:30 ആകുമ്പോൾ നമ്മൾ എത്തുമായിരിക്കും. നമ്മളൊരു 3:30-3:45 ആകുമ്പോഴേക്കും അവിടെ ചെല്ലാൻ പാകത്തിന്. പിന്നെ രാത്രി കൊണ്ട് ബ്ലോഗും കാര്യങ്ങളൊന്നും ഇല്ല, മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് ഇറക്കി, കൊച്ചുണ്ടല്ലോ ഇടയ്ക്കൊന്ന് ഇറങ്ങി നിർത്തി ഇറങ്ങണമെങ്കിൽ അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണു. ഇപ്പം സമയം 10:30 ആവണു. ഇനി 12 മണിക്ക് ഇറങ്ങണ്ടേ. ഇനിയിപ്പോൾ പതുക്കെ എണീറ്റ് കിടന്നില്ല കേട്ടോ, ഉറക്കം വരുന്നില്ല, സത്യത്തിൽ ഉറക്കം വരുന്നേ ഇല്ല. പിന്നെ നമുക്കിങ്ങനെ എവിടെയെങ്കിലൊക്കെ പോകാൻ നേരത്ത് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഫീല്, ടെൻഷനും സന്തോഷവും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു വല്ലാത്തൊരു ഫീല്. ഫുഡ് ഇറങ്ങലായിരുന്നു. ഒരു വിധത്തിൽ ചോറുണ്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഛർദ്ദിക്കാൻ വരും, ഉറക്കമുളച്ചിരിക്കുമല്ലേ, അപ്പോൾ ഛർദ്ദിക്കാൻ വലിയ വിശക്കും. അപ്പം അങ്ങനെ ഫുഡ് കഴിച്ചു. പൊന്നൂസ് ഉറങ്ങും. പൊന്നൂസ് ചുമ്മാ നേരത്തെ കയറി കിടന്നു. പൊന്നുവാണെങ്കിലും കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അച്ഛ വരും എന്ന് പറഞ്ഞിട്ട് ഒന്നും ഉറങ്ങി. ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് പറയാം, അച്ഛേ നമ്മൾ അച്ഛേ ഇങ്ങനെ ചേട്ടായി വരും, നമ്മൾ കൂട്ടാൻ പോവാന്നൊക്കെ എന്നെ കൊച്ചിലോട് പറഞ്ഞ് അതിങ്ങനെ ഉറക്കത്തിൽ ഓർത്തു അച്ഛനെ വന്നു ഇങ്ങനെയൊക്കെ ഓർത്തിരിക്കുകയാണ്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണം അങ്ങനെയൊക്കെ ഓർത്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും റെഡി ആയിട്ട് കാണാം. ഇനി റെഡിയായി ഇറങ്ങാൻ നേരത്തെ വീഡിയോ എടുക്കാം. പിന്നെ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. പൊന്ന് റെഡിയായി, അച്ചാച്ച റെഡിയായി, അമ്മച്ചി റെഡിയായി, എല്ലാവരും റെഡിയായി. നമ്മളിപ്പോൾ സമയം 12 മണി ആവണം. ഇപ്പം തന്നെ വണ്ടി വരും. 12 മണി ആകുമ്പോഴേക്കും വണ്ടി വരും. ചക്കരെ പൊന്നിച്ച് ഉറങ്ങുമായിരുന്നു. പൊന്നിച്ച് എണീറ്റ് കുറച്ച് ചെറുതായിട്ടൊന്ന് അനങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, പൊന്നെ നമുക്ക് അച്ഛനെ വിളിക്കാൻ പോവാന്ന് പറഞ്ഞു. പോക്കറ്റാ ഉണ്ട്, അതെ വണ്ടിയൊക്കെ വന്നു. നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് അങ്ങനെ യാത്ര ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഛർദ്ദിക്കുകയോ ചെയ്യും. ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞിപ്പെണ്ണയും കൂടെ യാത്ര ചെയ്യാൻ. നമ്മൾ പകുതി എത്തിയപ്പോഴേ കുഞ്ഞിപ്പെണ്ണ് ഛർദ്ദിക്കാനൊക്കെ വന്നിട്ട് ഒരിടത്ത് ഇറങ്ങി കുറച്ച് ചൂടുവെള്ളമൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു ക്ഷീണം, ഒരു വയ്യായ്മയൊക്കെ പോലെ ആയിരുന്നു കേട്ടോ കൊച്ചിനെ. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് 2-3 മിഠായിയൊക്കെ മേടിച്ചു. ഏകദേശം 15 മിനിറ്റ് 1/2 മണിക്കൂർ അടുത്ത് ഏകദേശം അവിടെ ഇരുന്നു തോന്നുന്നു. കുഞ്ഞിപ്പെണ്ണ് നോക്കി ആവണോടം വരെ നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോയിട്ടോ. നമ്മളവിടെ ചെന്നപ്പോഴേക്കും ഒരു 2.5 മണിക്കൂർ നേരത്തെ എത്തിയിട്ട് നമുക്ക് 2.5 മണിക്കൂറോടെ കഴിഞ്ഞിട്ട് എത്തിയാൽ മതിയായിരുന്നു. പക്ഷേ നമുക്ക് 2 മണിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഞങ്ങൾ പകൽ സമയമൊക്കെ നോക്കണ പോലെ ഒരു ഏകദേശം ഒരു സമയമൊക്കെ നോക്കി. പകലത്തെ പോലെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. എന്നെ അങ്ങനെ ഇറങ്ങിയെന്ന് നോക്കിയാണെങ്കിൽ ഇനിയിപ്പോൾ ചേട്ടാ ഒരു 10 മിനിറ്റ് നേരത്തെ വന്നാലോ, അല്ല ഒരു 1/2 മണിക്കൂർ നേരത്തെ ഫ്ലൈറ്റ് വന്നാലോ എന്നൊക്കെ ഓർത്തങ്ങ് ഇറങ്ങി പോകുന്നെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർക്കണേ, അയ്യോ ഇച്ചോടെ കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. ഞങ്ങൾക്ക് സത്യത്തിൽ 4:30 ചേട്ടാ ഫ്ലൈറ്റ് തന്നെ. ഒരു 4:15 ആകുമ്പോൾ എത്തിയാൽ മതിയായിരുന്നു. 2 മണി ആവണേന് മുന്നേ എത്തിയിട്ടോ അവിടെ. പിന്നെ നമ്മൾ കുറേ നേരം അതിലെ കറങ്ങിയൊക്കെ നടന്ന് നമ്മുടെ സമയമൊക്കെ കളഞ്ഞു. നമ്മൾ കുറേ നേരം അതിൽ കറങ്ങിയൊക്കെ നടന്നു, സമയം കളയാൻ നോക്കിയെങ്കിൽ കുറച്ച് സമയമൊക്കെ ലാസ്റ്റ് എത്തിയപ്പോഴേക്കും മടുത്തു. ഒരു നടുവേദനയും ഉറക്കത്തിൻ്റെ സമയമാണല്ലോ, നടുവേദനയൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ സീറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കിട്ടിയ സ്ഥലത്ത് പടിഞ്ഞു പോയിരിക്കുമായിരുന്നു, മടുത്ത് കുത്തി. പറ എങ്ങനെയുണ്ട്? സൂപ്പറാണ്.
ചിലപ്പോ പുളിയുണ്ട്. അങ്ങനെ അറിയില്ല അങ്ങനെ ചെല്ലെടുത്തോട്ട് ചെന്നോ. ചേട്ടായി വന്നപ്പോ ഇവരെയൊക്കെ ഞാൻ മറന്നുപോയി. ഇവരൊക്കെ ആരാന്ന് ഞാനല്ല, ഞാൻ പറയുന്നത്. എന്റെ കൈ കുഞ്ഞാമച്ചീനെ പിടിക്കണ്ടാവോ? ഇല്ലടാ, കാണാവാണോ? ഞാൻ ഓർത്തത് ചേട്ടായിനെ കാണുമ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുമായിരിക്കുമെന്നൊക്കെയാ. പക്ഷേ നേരെ തിരിച്ചായിരുന്നു. കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര നാണമായിരുന്നു. കുഞ്ഞിപ്പെണ്ണ് മുഖമൊക്കെ പൊത്തി നാണിച്ച് എന്തോ ചമ്മി നിൽക്കുമായിരുന്നു. ചേട്ടായി അടുത്തോട്ടൊക്കെ ചിലപ്പോൾ കൊച്ചിന് ഭയങ്കര നാണമായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ നാണമൊക്കെ ഒന്ന് മാറിയത് കേട്ടോ. സത്യം പറഞ്ഞ് നല്ലപോലെ മടുത്തായിരുന്നു. കാരണം ചേട്ടായി 12 മണിക്കാണല്ലോ ചേട്ടനെ വിളിക്കാൻ പോണേ. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്ക് റെഡി ആവണമല്ലോ ഓർത്തുകൊണ്ട് വൈകുന്നേരം കിടന്നിട്ടേ ഇല്ല, ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ ഉറങ്ങാണ്ടാണ് വണ്ടിയിൽ പോകുന്നത്. പിന്നെ വണ്ടിയിലിരിക്കുമ്പോൾ വരാനുള്ളതിൻ്റെ ഒരു ഇതിൽ ഉറങ്ങിയിട്ടേ ഇല്ല. തിരിച്ചു വന്നപ്പോൾ ഉറങ്ങിയില്ല. വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പെണ്ണ് പിന്നെ കളിക്കാനും സാധനങ്ങളൊക്കെ കിട്ടിയപ്പോൾ കുഞ്ഞിപ്പെണ്ണ് എന്ത് ചെയ്ത് ഉറക്കിയില്ല. പിന്നെ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണമായിരുന്നു. പിന്നെ പകുതിക്ക് വെച്ച് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം ചേട്ടായി കൊണ്ടുവന്നാട്ടെ ഇത് ഗെയിം കളിച്ച് കിട്ടും. കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഇഷ്ടമാണ് ഗെയിം കളിക്കണേ. കുഞ്ഞിപ്പെണ്ണ് ചെന്നേ പിന്നെ ചേട്ടായിക്ക് അതൊരു വീക്ക്നെസ്സായി മാറിയിരിക്കണം. കാരണം ഭയങ്കര ഇഷ്ടമാണ് ഗെയിം കളിക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ. ഇത്